നൂറുകണക്കിന് പേരുടെ ജീവനെടുത്ത് എത്രയോ കുടുംബങ്ങളെ നിരാലംബരാക്കി ഉരുൾ ദുരന്തം നടന്ന വയനാട്ടിലെ ചൂരൽമലയിൽ നിന്ന് കഴിഞ്ഞ ദിവസം മറ്റൊരു ദുരന്തമുണ്ടായ കള്ളാടിയിലേക്ക് 5 കിലോമീറ്ററിൽ താഴെയാണ് ദൈർഘ്യം. ആദ്യ ദുരന്തത്തിൽ നിന്ന് കള്ളാടിയിലെ മണ്ണിടിച്ചിലെത്തുന്നതിനിടയിലെ കാലദൈർഘ്യം ഏകദേശം 2 വർഷവും. ചൊവ്വാഴ്ച രാവിലെ ഉണ്ടായ ദുരന്തത്തിൽ 3 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചത്. ശക്തമായ മഴയ്ക്കിടെ മേപ്പാടി കള്ളാടിയിൽ തുരങ്കപാതയുടെ പദ്ധതി പ്രദേശത്തിന് സമീപം മീനാക്ഷി പാലത്തിനരികിലാണ് മണ്ണിടിച്ചിലുണ്ടായത്. 2 ദിവസമായി പ്രദേശത്ത് ശക്തമായ മഴ പെയ്യുന്നുണ്ടായിരുന്നു. അതിനാൽ തുരങ്കപാത നിർമ്മാണം നിർത്തിവെച്ചിരിക്കുന്നതിനാൽ തൊഴിലാളികൾ സ്ഥലത്തുണ്ടായില്ല. മറ്റ് ജോലികളിൽ ഏർപ്പെട്ടിരുന്നവർ, സുരക്ഷയുടെയും മേൽനോട്ടത്തിന്റെയും ചുമതലയുള്ള ജീവനക്കാർ തുടങ്ങിയവരാണ് അപകടത്തിൽപ്പെട്ടത്. അതുകൊണ്ട് കൂടുതൽ മനുഷ്യഹാനി ഉണ്ടായില്ല. എങ്കിലും സമീപത്തുള്ള വീടുകളും നിരവധി വാഹനങ്ങളും മണ്ണിനടിയിൽപ്പെട്ടു. ചില കെട്ടിടങ്ങൾ പൂർണ്ണമായി തകരുകയും ചെയ്തു. മണ്ണിനടിയിൽപ്പെട്ടവർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. ഈ ദുരന്തമുണ്ടായപ്പോൾ നമ്മുടെ പശ്ചിമഘട്ട മലനിരകളിലെ നിർമ്മാണ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ മഴ പെയ്തതുപോലെ വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. തുരങ്കപാത നിർമ്മാണത്തിനായി നീക്കിയ മണ്ണ് അശാസ്ത്രീയമായി കൂട്ടിയിട്ടതാണ് അപകടകാരണമായതെന്നും അതുകൊണ്ട് ഇത് മനുഷ്യനിർമ്മിതമാണെന്നും കുറ്റപ്പെടുത്തി ആദ്യം രംഗത്തെത്തിയത് സംസ്ഥാന മന്ത്രിമാർ തന്നെയായിരുന്നു. പിന്നീട് മുഖ്യമന്ത്രിയും ഇതേ കാര്യം ആവർത്തിച്ചു. ദുരന്തമുണ്ടായി പ്രാഥമിക വിവരങ്ങൾ പോലും കൃത്യമായി ലഭ്യമാകുന്നതിന് മുൻപായിരുന്നു ഈ പരാമർശങ്ങൾ. എന്തായിരുന്നു യഥാർത്ഥ കാരണങ്ങൾ എന്ന് മനസ്സിലാക്കുന്നതിന് മുൻപാണ് കുറ്റപ്പെടുത്തൽ ഉണ്ടായത്. ദുരന്തം നടന്ന 1 ദിവസം പിന്നിട്ടിട്ടും യഥാർത്ഥ കാരണം കണ്ടെത്തിയിട്ടില്ല. നീക്കിയ മണ്ണ് കൂട്ടിയിട്ട സ്ഥലത്തല്ല, മറ്റൊരിടത്താണ് മണ്ണിടിച്ചിലുണ്ടായതെന്ന് കമ്പനി അധികൃതരും ചില നാട്ടുകാരും പിന്നീട് പറഞ്ഞിട്ടുണ്ട്. ഇക്കാര്യങ്ങളിൽ വ്യക്തത വരുത്തുകയാണ് ചെയ്യേണ്ടിയിരുന്നത്. എന്നു മാത്രമല്ല, ഒരു സർക്കാർ ആദ്യം പറയേണ്ടിയിരുന്നത് ദുരന്തത്തിന്റെ വ്യാപ്തിയെയും കൈക്കൊള്ളാൻ പോകുന്ന സുരക്ഷാ ദുരിതാശ്വാസ നടപടികളെയും കുറിച്ചായിരുന്നു. അതിനു പകരം നിർമ്മാണ കമ്പനിക്ക് മേൽ കുറ്റം ചാരിക്കൊണ്ട് മന്ത്രിമാരടക്കം ഉത്തരവാദപ്പെട്ടവരുടെ ഭാഗത്തു നിന്നുണ്ടായ നടപടി സാമാന്യ ഭാഷയിൽ പറഞ്ഞാൽ അനുചിതമായി. ഇനിയിപ്പോൾ അവകാശപ്പെടുന്നത് പോലെ നിർമ്മാണ കമ്പനിയുടെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് സർക്കാരിന് ഒഴിഞ്ഞു മാറാനാകില്ല. ഔദ്യോഗികമായി വിശദീകരിച്ചതുപോലെ കമ്പനിയോട് മണ്ണ് നീക്കണമെന്ന് നിർദ്ദേശിക്കുന്ന ഉത്തരവിട്ടത് ജൂൺ 20-നായിരുന്നു. പിന്നീട് 5 ദിവസത്തിന് ശേഷവും ഈ വിഷയം ഉദ്യോഗസ്ഥ തലത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഏകദേശം 10 ദിവസത്തിലധികം പിന്നിട്ട് ശക്തമായ മഴ മുന്നറിയിപ്പുണ്ടായിട്ടും തുടർ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. ദുരന്ത സാധ്യതയുള്ള പ്രദേശത്ത് മുന്നറിയിപ്പ് നൽകിയത് പാലിക്കപ്പെടുന്നില്ലെങ്കിൽ നടപടിയെടുക്കുന്നതിനും അതിനുള്ള ചിലവുകൾ ബന്ധപ്പെട്ടവരിൽ നിന്ന് ഈടാക്കുന്നതിനും ദുരന്ത നിവാരണ നിയമത്തിൽ വ്യവസ്ഥകൾ ഉള്ളതാണ്. അതുപ്രകാരം നടപടി സ്വീകരിക്കുന്നതിൽ വീഴ്ചയുണ്ടായെന്നത് സ്പഷ്ടമാണ്. അതുകൊണ്ട് ആരെയെങ്കിലും പഴിചാരിയതുകൊണ്ട് ഈ ദുരന്തത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് കൈയെഴുകാനാകില്ല. ഇതൊക്കെയാണെങ്കിലും ഈ ദുരന്തം ഒത്തിരി ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതീവ ദുർബലമായ പശ്ചിമഘട്ട മലനിരകളിൽ വൻകിട നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താമോ? ഇനി നടത്താൻ തീരുമാനിച്ചാൽ തന്നെ അതിന് മതിയായ മുൻകരുതലുകൾ സ്വീകരിക്കുന്നുണ്ടെന്ന് കൃത്യമായി പരിശോധിക്കപ്പെടുന്നുണ്ടോ തുടങ്ങിയവയാണ് അതിൽ പ്രധാനം. വയനാട് തുരങ്കപാത എന്ന ആശയം ഉയർന്നപ്പോൾ പല കോണുകളിൽ നിന്നും ആശങ്കകളും സംശയങ്ങളും ഉന്നയിക്കപ്പെട്ടിരുന്നു. മല തുരന്നുള്ള നിർമ്മാണം പ്രദേശത്തെ പരിസ്ഥിതിയെയും മനുഷ്യവാസത്തെയും പ്രതികൂലമായി ബാധിക്കുമെന്നും ദുരന്ത സാധ്യത അവഗണിക്കരുതെന്നുമായിരുന്നു ചൂണ്ടിക്കാട്ടപ്പെട്ടത്. പക്ഷേ നിർമ്മാണവുമായി മുന്നോട്ടു പോകുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. കോഴിക്കോട് വയനാട് ചുരംപാതയിലെ യാത്രാ ദുരിതം കുറയ്ക്കാൻ സഹായകമായേക്കുമെന്ന കാരണത്താൽ പ്രദേശവാസികളിൽ ഒരു വിഭാഗവും പദ്ധതിക്ക് അനുകൂലമായി. എങ്കിലും തുടക്കത്തിൽ ഉന്നയിക്കപ്പെട്ട ആശങ്കകൾ നിലനിൽക്കുകയും ദുരന്തങ്ങൾ സംഭവിക്കുകയുമാണ്. ചെറിയൊരു മഴ പോലും താങ്ങാൻ സാധിക്കാത്ത അത്രയും ലോലമായ ഇത്തരം മേഖലകളിലെ നിർമ്മാണ വികസന പ്രവർത്തനങ്ങൾ 100 വട്ടം ആലോചിച്ച് വേണം ആവിഷ്കരിക്കേണ്ടതെന്ന വലിയ പാഠം കള്ളാടി ദുരന്തം നൽകുന്നുണ്ട്. എല്ലാ ആശങ്കകളും ദൂരീകരിച്ചും മുന്നറിയിപ്പുകൾ ഗൗരവത്തോടെ പരിഗണിച്ചും മാത്രമേ പരിസ്ഥിതി ലോല മേഖലകളിലെ വൻകിട നിർമ്മാണങ്ങൾ ഏറ്റെടുക്കാവൂ എന്ന സമീപനം നിർബന്ധമായും എല്ലാവരും കൈക്കൊള്ളണം. പഴിചാരലല്ല, കള്ളാടി ദുരന്തത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്തുകയും അടിയന്തര ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തുകയുമാണ് സർക്കാർ ചെയ്യേണ്ടത്.